ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് ഒരു പുതിയ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മലയാളീസിന് കൂടുതൽ പുതുമയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് മലയാളീസ് കൂടുതലും ചെയ്യാത്തതും അതുപോലെ കർണാടക സൈഡ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു. ചക്കച്ചോള, പച്ച ചക്കച്ചോള എങ്ങനെയാണ് ഉപ്പിൽ ഇട്ട് വെക്കുന്നതെന്ന്. നമുക്ക് ഒരു വർഷത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ ഉപ്പിലിട്ട ചക്കച്ചോളയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ ചേർക്കാൻ പോകുന്നത് അരിയാണ്. ഇത് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ കഴുകിയെടുത്ത അരിയാണ്. അപ്പോൾ ഈ അരി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കയ്യിൽ ഒരു 4 പ്രാവശ്യം ഇതുപോലെ എടുത്ത് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആ ഉപ്പിലിട്ട ചക്കച്ചോളയാണ്. അപ്പോൾ ഇതും ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അംശം കുറച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് അത്യാവശ്യം മാത്രമേ ഉള്ളൂ. കുറവാണെങ്കിൽ നമ്മൾ ഇത് അരച്ച ശേഷം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കണമെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്നെ അടച്ച് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തത്. ഇനി ബാക്കിയുള്ള അരിയും ചക്കച്ചോളയും അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ്. അതേപോലെ ചക്കയുടെ മണവും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ദോശച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിന് എണ്ണ തേച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കൽ. അപ്പം നമുക്ക് എങ്ങനെയുള്ള ദോശച്ചട്ടിയാണോ നമ്മളെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കാം. ദോശ നമ്മളെ രീതിക്കനുസരിച്ചിട്ട് നല്ല ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ടും അതല്ലാതെ കറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ഇത് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.